ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിന് ഇപ്പോൾ ഈ ഉഴുന്നിടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. അപ്പോൾ ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സവാള പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്കിതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ബീറ്റ്റൂട്ടിൻ്റെ പാതിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്, പൊടിയായിട്ട് അരിഞ്ഞത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചച്ചവ മാറി ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരണം. നമുക്കിതിലേക്ക് 1 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഓരോരോ ഇഷ്ടത്തിന് എടുക്കുക. തേങ്ങ കിടക്കുന്ന പറഞ്ഞ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആവും. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഉപ്പുമാവിന്. നമ്മളെ തേങ്ങയുടെ കളറൊന്നും മാറണ്ട. നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുത്തേക്കുന്നത്. റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. റവ മൂത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ മണമൊക്കെ വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു 5-6 മിനിറ്റോളം ഈ റവ ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഒന്ന് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്താൽ വളരെ ടേസ്റ്റ് കിട്ടാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പുമാവാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാത്തവർ ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോവും. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം കറിയൊന്നും ഇല്ലെങ്കിൽ ഒരു പപ്പടമോ ഒരു പഴമോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ആയാലും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഉപ്പുമാവാണിത്.
അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം, നമ്മൾ ഉപ്പുമാവിൻ്റെ റവ എടുത്ത അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് നമുക്കിതിലേക്ക് ഉപ്പിട്ടാൻ തിളപ്പിച്ച് വെച്ചേക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെക്കണം. അടച്ചു വെച്ച് വരുമ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല രീതിയിലായിട്ട് വരും. അപ്പോൾ നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതിനെ തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കിനി തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഉപ്പുമാവാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.